Hi viewers, welcome to Bosco Campus Vision. Today we are discussing a new subject, that is Fundamentals of Management, and it is for S1 BBA under Kerala University. And myself, Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. So this session we are discussing the new topic, that is the module 2, that is planning and decision making. So first we can discuss what is planning. We already know there are different functions in management, that is planning, organizing, staffing, directing and controlling. So the first function is planning, and it is the most basic of all management function, since it involves deciding of future course of action. So a manager organizes, directs and controls to ensure the accomplishment of predetermined goals according to plans. So thus we can say that planning logically precedes the execution of all other managerial functions. So we can say planning is an intellectually demanding process. It requires the conscious determination of courses of action and the basing of decision on purpose, knowledge and considered estimate. Or planning involves anticipation of future course of events and deciding the best course of action. So it is basically a process of thinking before doing. So it is a process of deciding in advance what is to be done, where, how and by whom it is to be done. So it is a process involves anticipating a future course of event and deciding the best course of action. Thus it is basically a process of thinking before doing. And it is a deliberate and conscious activity to formulate the design and orderly sequence of action through which it is expected to reach the objective. അപ്പോൾ നമ്മൾ പറഞ്ഞു വാട്ട് ഈസ് പ്ലാനിങ് ഇല്ലേ, ഇറ്റ് ഈസ് എ മോസ്റ്റ് ബേസിക് ഓഫ് ഓൾ മാനേജീരിയൽ ഫങ്ഷൻസ്. അപ്പം ഒരു ഫങ്ഷൻസ് നമ്മൾ പഠിച്ചു, പ്ലാനിങ് മുതൽ കൺട്രോളിങ് വരെയുള്ള ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അതിലൊരു ബേസിക് ആയിട്ടുള്ള മോസ്റ്റ് ബേസിക് ഫങ്ഷനാണ് പ്ലാനിങ്. ഏതൊരു ഓർഗനൈസേഷൻ്റെ ഫങ്ഷൻസിൽ നമുക്ക് എന്ത് വേണം? പ്ലാനിങ്ങിനാണ് ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു ഡിസൈഡിങ് ഇൻ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ, ഒരു ഓർഗനൈസേഷൻ്റെ ഫ്യൂച്ചറിനെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ മറ്റുള്ള ഫങ്ഷൻസ് ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോൾ മസ്റ്റ് റിഫ്ലക്റ്റ് പ്രോപ്പർ പ്ലാനിങ്. അപ്പോൾ നല്ലൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ അത് കഴിഞ്ഞ് വരുന്ന ഓർഗനൈസിങ് മുതൽ കൺട്രോളിങ് വരെയുള്ള ഫാക്ടേഴ്സ് അതിനെ സപ്പോർട്ട് ചെയ്യും. ആൻഡ് സോ എ മാനേജർ ഓർഗനൈസസ്, directs and control to ensure the accomplishment of predetermined goals according to plans. അല്ലേ, അപ്പോൾ നമ്മളൊരു പ്ലാൻ ചെയ്തു കഴിഞ്ഞാൽ ആ പ്ലാനിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു മാനേജർ എന്ത് ചെയ്യേണ്ടത്? കാര്യങ്ങളെ ഓർഗനൈസ് ചെയ്യണം, ഡയറക്റ്റ് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഒരു പ്രീഡിറ്റർമൈൻഡ് ഒബ്ജക്റ്റ്, മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം നമുക്കൊരു ലക്ഷ്യം, ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റീവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നല്ലൊരു പദ്ധതി, പ്ലാൻ തയ്യാറാക്കണം. ആ പ്ലാനിനനുസരിച്ച് വേണം മാനേജേഴ്സ് എന്ത് ചെയ്യാൻ? ഓരോ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത്, കൺട്രോൾ ചെയ്ത്, അതിനുവേണ്ട സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ആൻഡ് അല്ലേ, എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്? പ്ലാനിങ് ഇസ് എ പ്രോസസ് ഓഫ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഇസ് ടു ബി ഡൺ, who it is to be do or how it is to be done and when it's to be done. അല്ലേ, വാട്ട്, വെൻ, വെയർ എന്നൊക്കെയുള്ളൊരു ചോദ്യത്തിന് ഉത്തരം കിട്ടുകയാണെങ്കിൽ അതിനെ നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച്, അല്ലെങ്കിൽ നല്ലൊരു പ്ലാൻ ഇല്ലേ, നാളെ എന്ത്, എവിടെ, എങ്ങനെ സംഭവിക്കണം, എന്ത് കാര്യം ചെയ്യണം, ഇതിനെല്ലാം നമ്മൾ നല്ല വ്യക്തമായിട്ടൊരു പ്ലാൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഒരു പ്ലാനിങ് എന്ന് പറയാം. സോ ഇറ്റ് ഈസ് എ ഡിറ്റർമിനേഷൻ ഓഫ് കോഴ്സ് ഓഫ് ആക്ഷൻ ടു അച്ചീവ് എ ഡിസയേർഡ് റിസൾട്ട്. ഡിസയേർഡ് റിസൾട്ട് എന്ന് പറയാൻ കാരണം എന്താണ്? നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു നേട്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവണമെങ്കിൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം നമ്മുടെ കയ്യിൽ ഒരു പദ്ധതി, പ്ലാൻ ഉണ്ടാവണം. അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങിയാൽ മാത്രമേ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ.
അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ ഡെലിബറേറ്റ് ആൻഡ് കോൺഷ്യസ് ആക്ടിവിറ്റി എന്നാണ് പറയുന്നത് അല്ലേ. നമ്മൾ ബോധപൂർവം ഡീറ്റെയിൽ ആയിട്ട് അല്ലേ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലാതെ ചുമ്മാ ഒരു സ്വപ്നം കണ്ടുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്താൽ ശരിയാവും ഇങ്ങനെ ചെയ്താൽ ശരിയാവും എന്നല്ല പറയുന്നത്. പകരം എന്താണ്, കോൺഷ്യസോട് കൂടി വേണം നമ്മളത് ചിന്തിക്കാൻ. ആൻഡ് ഫോർമുലേറ്റ് ദ ഡിസൈൻ ആൻഡ് ഓർഡർലി സീക്വൻസ് ഓഫ് ആക്ഷൻ ത്രൂ വിച്ച് ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു റീച്ച് ദ ഒബ്ജക്റ്റീവ്. അപ്പം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തും വരെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സീക്വൻഷ്യൽ ഓർഡർ 1 കഴിഞ്ഞ് 2 ആണെന്ന് നമുക്കറിയാം ഇല്ലേ. അപ്പോൾ ആ ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ നമ്മുടെ പ്ലാൻസിനെ അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ വേണ്ടി നമ്മുടെ പ്ലാൻസിനെ എല്ലാം തയ്യാറാക്കി ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്ലാനിങ് എന്ന് പറയുന്നത്. സോ it is a process of deciding in advance what is to be done, where, how and by whom it is to be done ഇല്ലേ. അപ്പം ആര്, എപ്പോൾ, എന്ത്, എവിടെ, എന്തൊക്കെ ചെയ്യണം മുൻകൂട്ടി നമ്മൾ തീരുമാനിക്കുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് എ പ്രോസസ് ഇൻവോൾവ് anticipating your future course of event and deciding the best course of action. അവിടെ പറയുന്നത് എന്താണ്, ഒരു ആൻറ്റിസിപ്പേറ്റിംഗ് ഓഫ് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ഇവൻറ്റ്സ്, അതായത് നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ മുൻകൂട്ടി കാണുകയാണ് അല്ലേ. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ നമുക്ക് ഇങ്ങനെ ഇന്ന തീരുമാനങ്ങൾ എടുക്കണം. അപ്പം നമ്മൾ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവണം അല്ലേ. നാളെ ഇങ്ങനെ സംഭവിച്ചാൽ നമുക്ക് എന്ത് ഇല്ലേ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നിൽ കൂടുതൽ പ്ലാൻസ് നമ്മൾ അതിനു വേണ്ടി ചെയ്തു വയ്ക്കുക. ഡിസൈഡിങ് ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. എന്നിട്ട് ശരിക്കും ആ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിലുള്ള 2-3 ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടെങ്കിൽ അതിൽ നല്ലൊരു ഓൾട്ടർനേറ്റീവിനെ നമ്മൾ എന്ത് ചെയ്യണം, എടുത്ത് ഉപയോഗിക്കുക. സോ ഇറ്റ് ഈസ് ബേസിക്കലി എ പ്രോസസ് ഓഫ് തിങ്കിങ് ബിഫോർ ഡൂയിങ്. അപ്പോൾ ശരിക്കും ഒരു ബേസിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചെയ്യുന്നതിന് മുൻപേ ഇല്ലേ പലവട്ടം ചിന്തിക്കുക എന്നുള്ള ഒരു സാമാന്യമായൊരു ഫാക്റ്റാണ് അതിനകത്ത് പറയുന്നത് അല്ലേ. അതായത് ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പേ നമ്മളൊരു 10 വട്ടമൊക്കെ ആലോചിക്കണമെന്ന് പറയുമ്പോൾ പറയാം. അപ്പോൾ അതുപോലെ ഒരു ഓർഗനൈസേഷൻ്റെ കോണ്ടസ്റ്റിൽ വരുമ്പോൾ നമ്മൾ എടുത്തു ചാടി, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലാണെങ്കിലും മേജറായിട്ടോ മൈനറായിട്ടോ വരുന്ന ഡിസിഷൻസിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, 3-4 തവണ നമ്മൾ എന്ത് ചെയ്യണം, അനലൈസ് ചെയ്ത് അതിൻ്റെ പ്രോസും കോൺസും എല്ലാം തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്ത് പറ്റിയ ഓൾട്ടർനേറ്റീവ്സിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക. എന്നിട്ട് ആ ഓൾട്ടർനേറ്റീവ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, നല്ലപോലെ ഇവാലുവേറ്റ് ചെയ്ത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് വേണം നമ്മുടെ റിസൾട്ടിന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ. ഇനി അടുത്ത് നമ്മൾ ഡെഫിനിഷനാണ് അല്ലേ. അക്കോർഡിംഗ് ടു കൂൺസ് ആൻഡ് ഒഡോണൽ, പ്ലാനിങ് ഇസ് ദ സെലക്ഷൻ ഫ്രം എമംഗ് ഓൾട്ടർനേറ്റീവ്സ് ഫോർ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ for the enterprise as a whole and each department within it എന്നാണ് പറയുന്നത്. അപ്പം കൂൺസ് ആൻഡ് ഒഡോണൽ എന്ന് പറയുന്ന ഓഥർ പറയുന്നത് എന്താണ്, പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെലക്ഷൻ ഫ്രം എമംഗ് ഓൾട്ടർനേറ്റീവ്സ്. അതായത് നമ്മുടെ കയ്യിലൊരു പ്ലാൻ, എന്ത് കാര്യത്തിന് നമ്മളൊരു പ്ലാൻ തയ്യാറാക്കിയാലും ഒന്നിൽ കൂടുതൽ പ്ലാൻസ് നമ്മൾ തയ്യാറാക്കുക. ഒരു ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ, നാളെ നടക്കാനിരിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും ഒറ്റ ഓൾട്ടർനേറ്റീവ് ആയിരിക്കരുത്, ഒന്നിൽ കൂടുതൽ ഓൾട്ടർനേറ്റീവ്സ് പ്ലാൻ ചെയ്യുക. ആൻഡ് അതെന്തിനു വേണ്ടിയിട്ടാണ്, ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ എൻ്റർപ്രൈസിന് വേണ്ടി, ഓർ ആസ് എ ഹോൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ മൊത്തത്തിലാകാം, അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയാവും. ഒരു ഓർഗനൈസേഷൻ എന്ന നിലയിലോ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന നിലയിലോ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, നല്ലൊരു പ്ലാനിങ് നടത്തുമ്പോൾ ഒന്നിൽ കൂടുതൽ ഓൾട്ടർനേറ്റീവ്സ് എടുക്കുക, അതിൽ ബെസ്റ്റിനെ നമ്മൾ ചൂസ് ചെയ്യുക. അതാണ് കൂൺസ് ആൻഡ് ഒഡോണൽ പറയുന്നത്. അതുപോലെ തന്നെ ജോർജ് ടെറി എന്ന് പറയുന്ന ഓഥർ പറയുകയാണ്, പ്ലാനിങ് ഇസ് ദ സെലക്ടിങ് ആൻഡ് relating of facts and making and using of assumptions regarding the future in the visualization and formulation of proposed activity believed necessary to achieve desired results. അല്ലേ, അവിടെയും പറയുന്നത് എന്താണ്, അദ്ദേഹം പറയുന്നത് പ്ലാനിങ് ഇസ് ദ സെലക്ടിങ് ആൻഡ് റിലേറ്റിംഗ് ഓഫ് ഫാക്ട്സ് അല്ലേ. ഒരു പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്താണ്, ചില നമുക്ക് വേണ്ടുന്ന ഫാക്ട്സുകളെ കണക്ട് ചെയ്ത് നമ്മൾ കുറേ കാര്യങ്ങൾ സെലക്ട് ചെയ്യുക. ആൻഡ് മേക്കിംഗ് ആൻഡ് യൂസിങ് ഓഫ് അസംഷൻസ്, അവിടെ നമുക്ക് ഫ്യൂച്ചറിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ ഒരിക്കലും അൺസർട്ടനിറ്റി അത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ചില അസംഷൻസ്, ഊഹങ്ങളാണല്ലേ നാളെ ഇങ്ങനെ സംഭവിക്കുക. എപ്പോഴും ലൈഫ് പോസിറ്റീവ് ആവണമെന്നില്ല, നെഗറ്റീവിലോട് കൂടി നമ്മൾ കാണണം ഇല്ലേ. നാളെ ചിലപ്പോൾ മറിച്ച് സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം. അപ്പോൾ ആ അസംഷൻസിലൂടെ ആയിരിക്കണം. ദാറ്റ് ഈസ് റിഗാർഡിങ് ദ ഫ്യൂച്ചർ ഇൻ ദ വിഷ്വലൈസേഷൻ. ഫ്യൂച്ചറിനെ നമുക്ക് നല്ലപോലെ വിഷ്വലൈസ് ചെയ്ത് അത് പോസിറ്റീവ് സൈഡിലൂടെയും നെഗറ്റീവ് സൈഡിലൂടെയും നമ്മൾ എന്ത് ചെയ്യണം, വിഷ്വലൈസ് ചെയ്യണം. And formulation of proposed activity believed necessary to achieve desired results. അപ്പോൾ അവിടെ നമുക്കൊരു വിശ്വാസം എന്താണ്, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് അവിടെ കിട്ടും എന്നൊരു വിശ്വാസത്തോടു കൂടി
അതിന് വേണ്ടി പ്രപ്പോസ്ഡ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ്സ് തയ്യാറാക്കുക. അതുകൊണ്ടാണ് നമ്മളതിനെ പ്ലാനിങ് എന്ന് പറയുന്നത്. സോ ഇൻ കൺക്ലൂഷൻ വി ക്യാൻ സേസ് ദാറ്റ് planning is a systematic attempt to decide a particular course of action for the future. അപ്പോൾ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ഷൻ, കുറേ കാര്യങ്ങളാണല്ലേ ഫ്യൂച്ചറിന് വേണ്ടി നമ്മൾ ചെയ്തു വയ്ക്കുന്ന ചില കാര്യങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം? പ്ലാനിങ് എന്ന് പറയാം. So clear with the meaning and definition of planning. So next we can discuss the nature of planning or features of planning. That is, the first is it is a mental activity, or planning is a goal oriented, and the third is it is forward looking, and the fourth is it is a primary function, fifth planning is based on facts, and sixth it is flexible, and the last we can say it is essentially decision making. അങ്ങനെ 7 ഫീച്ചേഴ്സിലൂടെയാണ് ഒരു പ്ലാനിങ് അല്ലെങ്കിൽ ഒരു ഫീച്ചർ അല്ലെങ്കിൽ നേച്ചർ എന്ന് പറയുന്നത് കടന്നു പോകുന്നത്. സോ ദീസ് 7 topics can be explained in the next lecture series. So once again we can sum up the topic that today we discussed the meaning and definition of planning and the nature of planning and the detailed portion of nature of planning to be discussed in the next lecture series. So I hope you are clear with the today's portion. So prepare well, study well. This is the end of today's session. Thank you.